അതിഥികളായി ചേരുന്നത് പി ഉഷ, സാമൂഹ്യ പ്രവർത്തക, ഒപ്പം ഇത്തരം ഒരു ദുരനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തി കൂടിയാണ് ഉഷ. കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. രണ്ടുപേർക്കും സ്വാഗതം. നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പയിനിലേക്ക് കടക്കുന്നത് ഈ അടുത്തിടെ ഉണ്ടായ നന്ദിത എന്ന പെൺകുട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ്. ആ അനുഭവം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടാകുന്നു, പരാതിപ്പെടുന്നു, കേസുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ പക്ഷേ പരാതിക്കാരിയായ ആളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ വലിയ ചർച്ചകൾ, വീഡിയോസ് ഒക്കെ നടക്കുന്നു. ചില ആളുകൾ ഈ പെൺകുട്ടിയെ മോശമായി പറയുന്നു. അങ്ങനെ ഇരെ അവിടെ വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ ആദ്യം പോകുന്നത് പി ഉഷയിലേക്കാണ്. ഉഷ മാം, ഇത് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. 23 വർഷം മുൻപ് താങ്കൾ അനുഭവിച്ചു തുടങ്ങിയ കാര്യം തന്നെയാണ്. ഒരു മാറ്റവും സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളോട് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ലെന്നാണ് അന്നുണ്ടായ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പറയാമോ? എനിക്ക് തോന്നുന്നത് ഇത് നേരിടേണ്ട, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെതിരെ നടപടിയെടുക്കേണ്ട എല്ലാ സിസ്റ്റങ്ങളും വളരെ ഇനാക്റ്റീവ്, അല്ലെങ്കിൽ വളരെ പ്രിജുഡിസോട് കൂടി, അതല്ലെങ്കിൽ വളരെ അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിർജീവമോ അല്ലെങ്കിൽ ദുർബലമോ ആണ് എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായപ്പോഴുണ്ടായ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ഒരു സംഘം മുന്നോട്ട് വന്നു എന്നുള്ളത്. എന്റെ സമയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം രണ്ട് തരത്തിലുള്ള സപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാം. പക്ഷെ അന്ന് ഒരു കൂട്ടം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ശരിക്കും നമ്മുടെ ജീവനക്കാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഇടതുപക്ഷ, അതായത് CPM ലെഡ് ആയിട്ടുള്ള ഒരു യൂണിയൻ മാത്രമാണ് എനിക്ക് അവിടെ എതിരായിട്ടുണ്ടായത്. പക്ഷെ അവര് വളരെ ശക്തമായിരുന്നു. അവര് ഭരണകൂടത്തിന്റെ പിന്തുണയൊക്കെ ഉണ്ടായത് കാരണം അവർക്ക് വലിയ തോതിൽ എനിക്കെതിരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഈ സംഘടനയുടെ ഒരു വൈദ്യുതിയുടെ പോലെയാണ് അവരുടെ ഒരു പ്രവർത്തനം. അവര് അത് മനസ്സിലാക്കി എനിക്കെതിരെ തിരിയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതെന്നെ ബാധിക്കാത്ത തരത്തിൽ എന്റെ പ്രവർത്തനങ്ങളുമായിട്ട്, എന്റെ ജീവിതവുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഒരു നീതികേടിനെതിരെ ഒരു സ്ത്രീ ശബ്ദമുയർത്തുമ്പോൾ ആർക്കാണ് അതിനൊപ്പം നിൽക്കാതിരിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ആർക്കാണ് ആ നീതികേടിനെതിരെ ശബ്ദമുയർത്തുന്ന സ്ത്രീയെ മോശക്കാരിയാക്കാനും അല്ലെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കാനും കഴിയുക എന്നുള്ളത്? ഇപ്പോൾ പോലും ഈ CPM സ്ത്രീ സംഘടനയിൽപ്പെട്ടവര് പോലും, അതിൽ പ്രവർത്തിക്കുന്നവര് പോലും ഒരു അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കിയിട്ട് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊരു പരിഹാസം മാത്രമാണ് അതിനോട് തോന്നുന്നത്. അതായത് ഈ കാലത്തും ഈ വേട്ടയാടലുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇരയായി നിന്ന, ഇല്ലെങ്കിൽ അതിജീവിതയായി നിന്ന ഒരാളോടുള്ള വേട്ടയാടലുകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. എന്നാൽ ആ പ്രവൃത്തി അവസാനിക്കുന്നുണ്ടോ? അതുമില്ല. ഇല്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ ചില സുഹൃത്തുക്കളുടെ കാര്യങ്ങളിലും ഇടപെട്ടപ്പോഴ് ഈ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ അപമാനിക്കുമ്പോൾ ഇപ്പോഴും എന്ന് അടിവരയിട്ട് പറയണം, നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ തന്നെ നിർജീവമോ അതല്ലെങ്കിൽ ദുർബലവുമാണ്. പിന്നെ ഈ ആരാണ്, ഉപദ്രവിക്കുന്ന ആളാരാണെന്ന് നോക്കിയിട്ടുള്ള പ്രതികരണമാണ് രണ്ടാമത്തെ തരത്തിലുള്ളത്. ഇര നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ കുറച്ചു നേരം അവരുടെ കൂടെ നിൽക്കാം. പിന്നെ ഉപദ്രവിക്കുന്ന ആള് നമുക്ക് വേണ്ടപ്പെട്ടവളാണെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട ആളെ നശിപ്പിക്കാം. ഇങ്ങനെ തരത്തിലുള്ള, അതായത് ഉപാധികളില്ലാതെ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്തും കൂടെ നിൽക്കുന്ന ഒരു സംവിധാനം ഇല്ല. അതാണ് അതിലേക്ക് ഞാൻ വരാം. ശ്രീമതി കലാമോഹൻ, ഇവിടെ ഈ പെൺകുട്ടിയുടെ, നന്ദിതയുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നിട്ട് ഓൺലൈനിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാൾ, എനിക്ക് പേര് പോലും അറിയില്ല, അങ്ങനെയുള്ള ആളുകൾ വളരെ മോശമായിട്ട് ഈ സംഭവത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇത് ആ പെൺകുട്ടി മോശക്കാരിയാണെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇവരുടെ ഫോട്ടോസ്, വീഡിയോസ്, ഇവര് ശരിയല്ല, ആ വാക്ക്
പോലും എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് സംശയം വരും. എന്തുകൊണ്ട് അതിലേക്ക് സമൂഹം മാറുന്നു? കുറെ ദിവസം ആ പെൺകുട്ടിയെ നമ്മൾ പുകഴ്ത്തി, നമ്മൾ ആ പെൺകുട്ടി ചെയ്തതിൽ നമ്മൾ അഭിമാനിച്ചു, നമ്മളെല്ലാവരും സന്തോഷിച്ചു. കാരണം ആരെങ്കിലും ഇതിൽ സംസാരിക്കുന്നുണ്ടല്ലോ, പ്രതികരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് മാറുകയാണ്. ഒരു സമയം കഴിയുമ്പോൾ അത് മാറുകയാണ്. അന്ന് നന്നായി എന്ന് പറഞ്ഞ ആളുകൾ അവൾക്കത് വേണം എന്ന് പറയുന്നതിലേക്ക് എന്തുകൊണ്ടെത്തുന്നു? സമൂഹം എന്താണ് ആ തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിനകത്തിൽ നമ്മൾക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, പ്രഷറാനും ഷുഗറാനും, ഇതെല്ലാം എല്ലാവർക്കും അറിയാം, കേട്ട് പരിചയമുണ്ട്. അവനവന് വന്നില്ലെങ്കിലും കേട്ട് പരിചയമുണ്ട്. പക്ഷേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടോ അവസ്ഥകളെക്കുറിച്ചിട്ടോ വൈകല്യങ്ങളെക്കുറിച്ചിട്ടോ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും ഒരു ധാരണയില്ല, പൊതുസമൂഹത്തിന് ധാരണയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ടു പോകുന്ന ആളുകൾ ഉണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അറിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയുടെ കേസിൽ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുന്നില്ലേ, അതാണ് പോയിന്റ്. ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് പറയാം. ബോയ്സ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപികമാർ പറഞ്ഞിട്ട് എനിക്കറിയാം. അവർ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരികളായ അധ്യാപകരാണെങ്കിൽ മുതിർന്നവർ സീനിയേഴ്സ് പറയും വേഷമൊക്കെ മര്യാദക്കായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പറയാറുണ്ട്. ബാക്ക് ബെഞ്ചിലിരുന്ന ആൺകുട്ടികൾ ഇതുപോലത്തെ പ്രവർത്തികൾ ഏർപ്പെടുകയും പിന്നെ അതേ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് തന്നെ അവർക്ക് പഠിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ അതൊരു വസ്ത്രധാരണത്തിൻ്റെ ഭാഗമാണ്. കാരണം മുതിർന്ന അധ്യാപകർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ജനറലായിട്ടുള്ള അവയർനെസ്സിൻ്റെ കൂടെ സ്കൂൾ തലങ്ങളിൽ ഇതൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കിയ ഒരു സൈക്കോളജി ക്ലാസ് മസ്റ്റായിട്ടും കൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വസ്ത്രധാരണത്തിൻ്റെ ബേസിൽ മാത്രമൊന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പൊതുവേദിയിൽ നിന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ അതിലേക്ക് വിളിക്കുമ്പോഴേ ഈ നന്ദിതയുടെ കേസ് നടക്കുമ്പോൾ തന്നെ അതിലേക്ക് വിളിക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നോക്കൂ, ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോസിന്റെ ഡ്രസ്സ് നോക്കൂ, ആ കുട്ടി ലൈവിൽ വന്നപ്പോൾ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ലൈവിൽ വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് നോക്കൂ. ഈ ഡ്രസ്സിലേക്കാണ്, ഡ്രസ്സ് കൊണ്ടാണ് അടുത്തിരുന്നിട്ട് രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ ഇരുന്നിട്ട് ഒരാൾ ഇത്തരത്തിൽ സ്വയംഭോഗം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? മറ്റൊന്ന്, ഈ മനഃശാസ്ത്രപരമായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗത്തിന് പോസിറ്റീവും നെഗറ്റീവും വശങ്ങളുണ്ടല്ലോ. പക്ഷെ അത് പൊതു ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ട്രോമ, അത് കാണുന്ന ആളുകളിൽ, അത് അനുഭവിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന ട്രോമ അത് എത്ര വലുതാണ്? എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സംവിധാനം നമുക്കില്ലാത്തത്? ട്രോമ വലുതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വിക്റ്റിമായിപ്പെടുന്നവരുടെ ട്രോമ ഒരുപാട് കാലങ്ങൾ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്ത്രീകൾ ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ, ഈ ഒരു വൈകല്യം എന്ന് പറയുന്നത് പെട്ടെന്ന് അവർ ട്രീറ്റ്മെൻറ്റിന് സമ്മതിക്കില്ല. ഇപ്പം പലതരത്തിൽ, ഇപ്പോൾ ബൈപ്പോളർ അങ്ങനെയൊരു രോഗാവസ്ഥയിൽ ഇത് കാണാറുണ്ട്. അതുപോലെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ ഉള്ള വ്യക്തികളിൽ, അതൊക്കെ ഹൈ ഒഫീഷ്യൽസ് ആയിട്ടുള്ളവർ അപ്പോൾ ഇതിനൊന്നും ഒരു എന്താ പറയുക, ജാതിയോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഒന്നും ബന്ധമില്ല. മനുഷ്യർ എന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ. മനുഷ്യനും അവൻ്റെ ചില അവസ്ഥകളും അതിനകത്തിൽ. അപ്പോൾ ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് ഒരു വ്യക്തി, അദ്ദേഹം വലിയ ഉയർന്ന ഒരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകളാണ് പറഞ്ഞത് ഇങ്ങനൊരു അവസ്ഥ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞത് സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഇതൊരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം. കാരണം ഇത് അനുഭവിക്കുന്ന വ്യക്തി അവരെ നമ്മൾ ഇനി എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾ വെറുത്തു പോയില്ലേ അങ്ങനെ ഒരു ഇതിൽ ഇരയാക്കപ്പെടുമ്പോൾ? കാരണം മക്കളെന്നോ മരുമക്കളെന്നോ കൊച്ചുമക്കളെന്നോ ഇല്ലാതെ കാണിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വരാം കഴിഞ്ഞ ദിവസത്തെ ഈ കണ്ണൂരിൽ നടന്ന ആ ബസ്സിൽ നടന്ന സംഭവം തന്നെ, അദ്ദേഹം ഒരു മധ്യവയസ്കനാണ്. സ്വാഭാവികമായിട്ടും അയാൾക്കൊരു മകളോ ഇല്ലെങ്കിൽ മകനോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടാവാവുന്ന ഒരാളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് അതിനെ അസുഖങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ അതിലേക്കും ഡോക്ടർ കലയിലേക്കും വരാം. ഇവിടെ ഇപ്പോ സംഭവിക്കുന്നത് ശ്രീമതി പി ഉഷ, ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം നേരിടുമ്പോൾ, ഇപ്പോൾ ഫിസിക്കൽ ടച്ച് അല്ലാത്തത് കൊണ്ട് മാത്രം അതിനെ ലാഘവത്തോടെ പോലീസുകാരടക്കം തള്ളിക്കളയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഭ്രാന്തനാണ്, ഇല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള ഒട്ടും ലാഘവത്തോടെ അല്ലാതെ കാണുന്ന ഒരു സ്ഥിതി, അന്ന് താങ്കൾ അനുഭവിച്ച അതേ സ്ഥിതി ഇന്നും തുടരുകയാണെങ്കിൽ എങ്ങോട്ട് നമ്മൾ പോയി, ഇല്ലെങ്കിൽ എന്ത് തരം വികസനം, ഏത് തരം സമൂഹത്തിൽ എന്ത് തരം മാറ്റമുണ്ടായി എന്നാണ് നമ്മൾ കരുതേണ്ടത്? അതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. പക്ഷെ ഈ പൊതുസ്ഥലത്തെ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമുക്ക്.
പൊതുസ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, വാഹനങ്ങളില് അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതിന്റെ വേറൊരു വശം കൂടിയാണിത്. അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ എപ്പോഴും അവരുടെ സുരക്ഷയെ കരുതിയിരിക്കണം എന്നൊക്കെയുള്ള ചില മറുപടികളാണ് നമുക്ക് ഇതിന് കിട്ടുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് പൊതു റോട്ടിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സ്ത്രീ, സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. പക്ഷെ അവരുടെ കേസൊന്നും എവിടെ എത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്ത്രീകൾ ഒന്നുകിൽ കൊല്ലണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടണം, എന്നാലൊക്കെ വലിയ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ. കാരണം പബ്ലിക് പ്ലേസിൽ സ്ത്രീ അരക്ഷിതമാകുമ്പോൾ വലിയ ഡയമെൻഷൻ ഉണ്ട് അതിന്. കാരണം അവർ ഇനി പുറത്തിറങ്ങാൻ ധൈര്യപ്പെടില്ല, എപ്പോഴും ഒരാളെ കൂട്ടി യാത്ര ചെയ്യണം എന്ന് തോന്നും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ സ്വന്തം ശരീരം കരുതിയിരിക്കുന്ന ഒരാളായി മാറണം തോന്നും. നേരത്തെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ മാനസിക രോഗമായിരിക്കാം, അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ മാനസിക രോഗിയെ മറ്റുള്ളവർ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന ആഘാതം അത് സഹിക്കേണ്ടത് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ വേണമല്ലോ. അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അത് അഡ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അയാൾ ഒരു വലിയ ക്രിമിനൽ ആവാനുള്ള ഒരു സാധ്യത ഇയാളുടെ ഈ സ്വഭാവം അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ വരും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ആണുങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ ലാഘവത്തോടെ ചികിത്സിക്കേണ്ടത് ചികിത്സിക്കുന്നു വേണമല്ലോ. അത് അയാളുമായിട്ട് ബന്ധപ്പെട്ടവരോ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതിനു പകരം ഇതൊക്കെ ഒരു ചെറിയ തമാശയാക്കിയിട്ട്, എന്നിട്ട് കേരളത്തിലെ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ തമാശയാക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ വരെ പലപ്പോഴും നിങ്ങൾക്ക് പരാതി ഉണ്ടോ? കഴിഞ്ഞ നേരത്തെ ഉള്ള കാര്യത്തിൽ കണ്ടക്ടർ ചോദിക്കുക, കാരണം കണ്ടക്ടർ ഒരുപാട് ആളുകൾ പുകഴ്ത്തി. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, പരാതി ഉണ്ടോന്ന്. കാരണം കണ്ടക്ടറുടെ ഉത്തരവാദിത്തമാണ് ആ ബസ് സ്ത്രീകൾക്ക് കൂടി സുരക്ഷിതത്വമുള്ള ഇടമാക്കുക എന്നുള്ളത്, അയാളുടെ ജോലിയുടെ ഭാഗം. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരാതി ഉണ്ടോ? അല്ല, എന്റെ ഒരു അയാളാണ് ആ ഒരു അതിക്രമം അവിടെ നടക്കാതെ ഉണ്ടാക്കേണ്ടത് സ്പെസിഫിക് ആയിട്ട്. കാരണം കണ്ടക്ടറുടെ ഡ്യൂട്ടി എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ഈ സമാനമായിട്ടുള്ള ഒരു പ്രശ്നത്തില് എന്റെ ഒരു സുഹൃത്ത് പെട്ട സമയത്ത് ആ കുട്ടിയെ ആരും സഹായിച്ചില്ല, കണ്ടക്ടർ ആ പ്രതിയെ സഹായിച്ചു, അയാൾക്ക് ഇറങ്ങി പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അന്നത്തെ വയനാട് SP ആയിരുന്ന ഇളങ്കോ എന്ന് പറയുന്ന സാറിനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ എന്റെ വീട്ടിലിരുന്നാണ് വിളിക്കുന്നത്, കാരണം ആ കുട്ടി അത്രയും ഫ്രാൻറ്റിക് ആയിട്ട് എന്നെ വിളിച്ചതുകൊണ്ട്. അപ്പോ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അവരെ അലേർട്ട് ചെയ്തിട്ട് ആ ബസ് നമ്പർ കൊടുത്ത് ആ ബസ് തടഞ്ഞ് ബസ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തു. പക്ഷെ അപ്പോഴേക്കും അയാൾ ഇറങ്ങിപ്പോയിരുന്നു, ആ പ്രതി. ഇതുപോലെ പ്രതി ഒരു സംഘടനയിൽ പെട്ട ആളായിരുന്നു. അപ്പൊ എന്റെ സുഹൃത്തായ ഇത് അനുഭവിക്കേണ്ടി വന്ന ആളെ നിരന്തരം ആളുകള് സമ്മർദ്ദത്തിലാക്കി. അയാൾ നല്ല മനുഷ്യൻ. ഈ കേസിൽ വരുമ്പോഴ് മാഡം മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വരുമ്പോ ഈ ചോദ്യം ചോദിച്ചല്ലോ എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ കണ്ടക്ടർ ആ പെൺകുട്ടിയുടെ അടുത്ത് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂടെ നിൽക്കുക. അപ്പൊ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അതൊരു വലിയ സപ്പോർട്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടുകാർ മൊത്തം, മാമിന്റെ കാര്യം എടുത്താൽ അറിയാം, ആ സമയത്ത് ആരൊക്കെ കൂടെ നിന്നു, ആരൊക്കെ കൂടെ നിൽക്കണം എന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല, അങ്ങനെ ആരും ഉണ്ടായില്ല, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ചരിത്രത്തിലേക്ക് പി ഉഷ എന്നുള്ള ആൾ എത്തി നിൽക്കുന്നത്. അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന സപ്പോർട്ടല്ലേ ആ ചോദ്യം? അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ കണ്ടത്. കണ്ടക്ടറുടെ ഉത്തരവാദിത്തം, കണ്ടക്ടറുടെ മാനുവലിലുണ്ട്, അയാളുടെ ഉത്തരവാദിത്തമാണ് യാത്രക്കാർക്ക് സംരക്ഷണം കൊടുക്കുക. കാരണം എന്റെ സുഹൃത്തിന്റെ കേസിൽ നമ്മൾ ആ കണ്ടക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട അന്നത്തെ ബിജു പ്രഭാകറാണ് അന്ന് ഈ KSRTCയുടെ MD ആയിരുന്നു, ഇപ്പോഴും അദ്ദേഹം തന്നെ. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇത് കണ്ടക്ടറുടെ ജോലിയാണ്. കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഇമ്മെറ്റീരിയൽ, അതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അയാളുടെ ജോലിയുടെ ഭാഗമാണ് അവിടുത്തെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, സ്ത്രീകളുടെ നല്ല യാത്രക്കാരുടെ. കാരണം ആ യാത്രക്കാർ തമ്മിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേറൊരു യാത്രക്കാരനോ യാത്രക്കാരിക്കോ കഴിയില്ലല്ലോ. നമ്മൾ ഇടപെടാമെന്നൊക്കെ പറയുമെങ്കിലും കണ്ടക്ടർക്കോ ഡ്രൈവർക്കൊക്കെ അല്ലേ അതിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രശ്നം ഈ ഒറ്റപ്പെടുത്തലാണ്. അവിടെ പരാതി ഉണ്ടോന്ന് ചോദിക്കുന്നത് യാതൊരു പ്രസക്തിയില്ല. കാരണം പരാതി ഉണ്ട്. കാരണം പിന്നെ അതിനകത്താകെ ഉള്ളത് ഈ പെൺകുട്ടി പരാതിക്കാരവിടെ ഒരു സാക്ഷിയാവുമല്ലോ, അതിനവര് തയ്യാറാവൂ എന്നുള്ളതാണ് ഞാൻ
മനസ്സിലായത്. വേറെ ഒരു വിഷയമുള്ളത് ഇതിൽ ഇപ്പം ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്, നിങ്ങൾ ആരാണ് ഇടപെടാൻ എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി കൂടി ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം പരാതി ഉണ്ടോ എന്നതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. നമുക്കറിയില്ല ആ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. പരാതി ഉണ്ടോന്ന്. കാരണം വേറൊന്നുണ്ട്, ഈ ഇങ്ങനെ അപ്പൊ അയാളുടെ ചോദ്യത്തിൽ വേറൊരു അർത്ഥം കൂടി ഞാൻ കാണുന്നു. അതായത് ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും, പക്ഷെ ആർക്കും പരാതി ഉണ്ടാവില്ല. ചില സ്ത്രീകൾ തന്നെ പറയാറില്ലേ, ഈ പുരുഷന്മാരുടെ സീറ്റ് അല്ല സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത സീറ്റിൽ ഇരിക്കാൻ ആ പുരുഷന്മാരെ മാറ്റിയിരുത്തുമ്പോ ഞങ്ങൾക്ക് പുരുഷന്മാരെ മാറ്റിയിരുത്തിയിട്ടുള്ള സീറ്റൊന്നും വേണ്ട, കാരണം ഞങ്ങൾ അങ്ങനെ പുരുഷനെ ഒന്നും പുരുഷന്മാര് വല്ലതും ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്ന മോശം സ്ത്രീകളല്ല, ഞങ്ങൾ വളരെ നല്ല സ്ത്രീകളാണെന്ന് സ്ത്രീകൾ തന്നെ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ കണ്ടക്ടർ ആ ഒരു ധാരണ വെച്ചിട്ടായിരിക്കാം ഇവർക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇതിലൊരു ഒരു അനുഭവം കൂടി പറയട്ടെ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഇത് നടക്കുന്നത് ചാല ബസ് സ്റ്റോപ്പിലാണ്. അപ്പം അവിടെ ഒരു പുരുഷൻ ഒരു സ്ത്രീ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നു. അപ്പം ഈ പുരുഷൻ തുണി അഴിക്കുന്നു, മുണ്ടഴിക്കുന്നു, അയാൾ നഗ്നനായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പൊ ആ സ്ത്രീ ആകെ പാനിക് ആവുന്നു, ചുറ്റും ആളുകളുണ്ട്, ഒരാൾ പോലും ഇതിൽ ഇടപെടുന്നില്ല, ഒരു മീറ്റർ മാറി നിന്നിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചില സ്ത്രീകൾ അവിടെ ചിരിക്കുന്നുണ്ട്, അവിടെ KSRTC ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ട്, ഒരാൾ പോലും അനങ്ങുന്നില്ല. കടകളുണ്ട്, കടകളിൽ ആളുകളുണ്ട്, ആരും അനങ്ങുന്നില്ല. ഇവര് നിൽക്കുന്നു, ഇയാൾ ഇത്രയും ഷോ കാണിക്കുന്നു, ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളിൽ അവരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരും ഇടപെടുന്നില്ല. അവസാനം ആ സ്ത്രീ അവിടെ ഇരുന്ന് കരയുന്ന ഒരു സാഹചര്യം, ഇതേ സാഹചര്യമാണ് പലയിടത്തും. ഇപ്പൊ ആ നന്ദിതയുടെ കേസിൽ ബസ്സിൽ ഒരാൾ പോലും മിണ്ടിയില്ല എന്ന് പറയുന്നത് ഭയങ്കര പേടിയുണ്ടാക്കുകയാണ്. നമ്മളുടെ ഫേസ്ബുക്കിൽ ഈ ഒരു വാർത്തയോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോസ്റ്റോ ഇടുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ, ഈ പെൺകുട്ടിക്കെതിരെ സംസാരിക്കുന്നത് വായിക്കുമ്പോൾ പേടി തോന്നുകയാണ്. അത് എങ്ങനെ, ഏത് കാലം ഇത് മാറുമെന്നാണ്, എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത്? അല്ല, അതിലെ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സൈബർ ആക്രമണത്തിനൊന്നും എതിരെ മുഖ്യമന്ത്രിക്കെതിരെ കേസ് വന്നാൽ മാത്രമേ ഞാൻ കേസെടുത്ത് കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതില് കഴിഞ്ഞ 2020 അതിന് തൊട്ട് മുമ്പ് ഒക്കെ 2-3 ആൾക്കാർ വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് അവര് പോസ്റ്റ് ഇട്ടു. ഞാനെതിരെ പരാതി കൊടുത്തു, ഒരു പരാതി എടുത്തില്ല. പിന്നെ ഒരു പരാതിയിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, കരമന പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഞാൻ അക്യൂസ്ഡ് ആയിട്ട് പറഞ്ഞ, അതായത് എന്റെ പരാതിയിലുള്ള കുറ്റാരോപിതനായ ആളെ വിളിച്ചിട്ട് ആ CI വിളിക്കാൻ, നമുക്കിതൊന്നും ഒത്തുതീർപ്പാക്കണ്ടേ മാഡം? അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ലേ പരാതി കൊടുത്ത്, എനിക്ക് ഒത്തുതീർപ്പാക്കാനല്ല, അയാളുടെ പേരിൽ നടപടി എടുക്കാനാണ്. അങ്ങനെ വളരെ ഇത്തരം കാര്യങ്ങളോട് സൈബർ ആക്രമണങ്ങൾക്ക് നേരെയൊന്നും വളരെ കുറച്ച് മാത്രമാണ് പോലീസ് നടപടി എടുക്കുള്ളൂ. ഒന്ന്, അതുകൊണ്ട് ആർക്കും എന്തും പറയാവുന്ന, പ്രത്യേകിച്ച് വേറൊരു പോലീസിന്റെ ഒരു ഡയലോഗ് കൂടിയുണ്ട്, അത് സാരില്ല, അയാൾ കള്ളു കുടിച്ചിട്ട് ചെയ്തു പോയതല്ലേ, അത് വിട്ടേക്ക്, അത് കുഴപ്പമില്ല. ഈ സാധനം മദ്യപാനം അവരുടെ ജന്മാവകാശമാണ്, മദ്യപിച്ച് തെറി പറയുക എന്നുള്ളതും അവരുടെ ജന്മാവകാശമാണ്. അപ്പൊ അതൊക്കെ നമ്മള് ഒരു എന്താ പറയാ, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ആണധികാര കേന്ദ്രങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാവില്ല. പിന്നെ വേറെ നേരത്തെ പറഞ്ഞ ചാലയിലൊക്കെ നടക്കുന്ന, അതായത് പൊതു ഇടങ്ങളില് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് നേരെ പ്രതികരിക്കുകയോ അതിൽ ഇരയായ സ്ത്രീയോടൊപ്പം നിൽക്കുകയോ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഇനി വലിയൊരു പഠനം നടത്തേണ്ടി വരും. അത് എഡ്യൂക്കേറ്റ് ചെയ്യണം കേരളത്തിലെ ആൾക്കാർ. അതായത് ഒരു ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീയോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു ഉത്തരവാദിത്തമാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഉപദ്രവിക്കപ്പെടുമ്പോഴും ഒക്കെ, അയ്യോ എന്റെ ഒന്നും അല്ലല്ലോ, അയ്യോ അങ്ങനെ ഉണ്ടായോ എന്ന് വീട്ടിൽ ഒളിച്ചു പറയുക, എന്നുള്ള നിലയ്ക്ക് ആക്ട് ചെയ്യാതിരിക്കുക. കാരണം ഒരു പക്ഷേ നേരത്തെ നമ്മുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ പോലെ അവര് മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ എന്താണ് ഈ സ്വഭാവ വൈകല്യമോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടാവാം. അപ്പൊ അയാളെയും നന്നായി രക്ഷപ്പെടുത്തേണ്ടത് ആ സമയത്ത് അത് ഒഴിവാക്കിയിട്ടാണ്. ഇപ്പൊ അവസാനം അത് കേസൊക്കെ ആവുമ്പോ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ശ്രീമതി കലാമോഹൻ, ഇവിടെ ഇപ്പൊ വീടിനകത്തുള്ള പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കയറി ചെന്ന് ഇടപെടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഇത്തരം പബ്ലിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് ആളുകൾ സ്റ്റക്കായി പോകുന്നു? സ്റ്റക്കായി പോവുകയാണോ എന്നറിയില്ല, കാരണം അത് അനുഭവിക്കുന്ന ആളാണ് സ്റ്റക്ക് ആവുന്നത്. മറ്റേ ആളുകൾ എന്തുകൊണ്ട് അപ്പോൾ നോക്കാതെ പോലും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു സംഭവം നടക്കുന്നു, പ്രശ്നം നടക്കുന്നു, അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ പോലുമുണ്ട്. എന്താണ് അവരുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ കാര്യം അവരും ഫേസ് ചെയ്യും, ആ സമയത്ത്
സമയത്ത് കൂടെ ആളുണ്ടാവണമെന്നോ ഇല്ലെങ്കിൽ അന്നേരം എനിക്ക് എത്ര ധൈര്യം ഉണ്ടാകണം, ഞാൻ ഏത് തരത്തിൽ മൂവ് ചെയ്യണം എന്നൊക്കെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെടുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഭാഗമാവുകയോ ആ ഇരയ്ക്കൊപ്പം നിൽക്കുകയോ ചെയ്യാത്ത എന്ത് പ്രവൃത്തിയാണ് ഇല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ തലയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ ചേച്ചി പറഞ്ഞില്ല, ഉഷ ചേച്ചി പറഞ്ഞ പോലെ അതൊക്കെ ചേച്ചി പറഞ്ഞതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഞാൻ പറയാണ്, കണ്ടക്ടർ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ, അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളൊരാളുടെ കൂടെ നിന്നാൽ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമ്മളൊരാളുടെ കൂടെ ഇതിൽ കൂടെ നിൽക്കുമ്പോൾ അയാൾക്കൊരു അപകടം പറ്റി കൂടെ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് പരാതി ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഏതൊരു പ്രശ്നം എടുത്ത് നോക്കിയാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ നമ്മളൊക്കെ ഇടപെടുമ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് പ്രതിയും വാദിയും ഒന്നാവും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് ചോദിച്ചിട്ട് തന്നെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെ ഇടപെടുന്നത് നല്ലത്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ റോഡിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നവരെ എന്തുകൊണ്ടാണ് ആളുകൾ എടുക്കാതെ പോകുന്നത്? പിന്നെയും അവരെ അതിൽ ട്രാപ്പിലാവോ എന്നുള്ളത്, ഇതിനകത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളും ട്രാപ്പിലാവോ, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ മനുഷ്യൻ എത്തുന്നത് എന്തുകൊണ്ട്, അതും ചിന്തിക്കണം. പിന്നെ ഇതിനകത്തിൽ ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞൊരു താക്കീതല്ല, ഇതൊരവസ്ഥ, ഒരു വൈകല്യമാണ്. അപ്പോൾ അങ്ങനൊരു താക്കീത് കൊടുത്ത് വിടേണ്ട ഒരു അവസ്ഥയല്ല ഇത്. അയാൾക്ക് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ആ ഒരു പോയിൻ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ പോലെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരാളുടെ അടുത്ത് ഇനി വരുമോ ഇല്ലേ എന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഇത്തരം വൈകല്യങ്ങൾ ഉള്ള വ്യക്തികളുടെ അടുത്ത് ഇനിയും അവർ ആവർത്തിക്കോ ഇല്ലേ എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യണം. അതിനുണ്ട് മരുന്നുകളുണ്ട്. ചിലപ്പോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉള്ള ആളുകളുണ്ടാവും, അവരിൽ തന്നെ ഇൻഫീരിയോറിറ്റി ഉള്ള ആളുകളുണ്ടാവും. ഈ ഡിസയർ ഉണ്ട് പക്ഷേ പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരാണ് ഇതിൽ കൂടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ഇങ്ങനത്തുള്ള പ്രവർത്തികൾ ഏർപ്പെടുന്ന ആളുകൾ, വൈകല്യങ്ങളുള്ളവരുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബസ്സിലും ഇതിൽ കാണുന്ന പോലെ തന്നെ ചാറ്റിലോ സംഭവങ്ങൾ പറയാറില്ലേ, അതൊക്കെ വലിയ എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഉദ്യോഗമോ അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊരു വ്യക്തിയിലും ഇത്തരം വൈകല്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെങ്കിൽ ചെകുത്താനും ഉണ്ട് എന്ന് പറയുന്ന പോലെ വൈകല്യം. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവണ്ണം ചാറ്റിൽ എത്രയോ സ്ത്രീകൾ അനുഭവങ്ങൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഇതിനകത്തിലൊക്കെ ഒരു അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. അത് പ്രോപ്പർ ആയിരിക്കണം. കൊടുക്കും, ഇത് ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? ജനറലായിട്ട് കൊടുക്കണം. സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള എന്ന് നമ്മൾ വിളിക്കുന്ന ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അതിനെ ആഘോഷിക്കുകയും അതിപ്പോ റീൽസ് ഒക്കെ ആയിട്ട് തരംഗമാക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആരിവരെ ബോധവൽക്കരിക്കും? ആര് പറഞ്ഞാൽ കേൾക്കും? നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യ അവസ്ഥയൊക്കെ വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ അങ്ങനെ അത്തരം എന്താണ് വൈകല്യങ്ങൾ പ്രകടമാക്കിയ കുട്ടികൾ ഉള്ള ക്ലാസ് എടുക്കേണ്ടി വരുന്ന അധ്യാപികമാരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പൊ കുട്ടികൾ പ്രതികരിക്കുന്നുണ്ടല്ലോ, ഒരു കാലത്ത് അതിന് പോലും ആർക്കും ആവത്തില്ല. കാരണം പ്രതികരിച്ചാൽ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? നമ്മളെ പിന്നെ ഒറ്റയ്ക്ക് വിടാൻ മടിക്കും, ഒറ്റയ്ക്ക് അത് വേണ്ടാന്ന് വെക്കും, പിന്നെ കുറച്ചും കൂടെ നമ്മളുടെ പുറത്ത് റെസ്ട്രിക്ഷൻസ് വരും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പ്രതികരിക്കുന്നുണ്ട്, നല്ല കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം വരുമ്പോഴല്ല ഇത് ചർച്ച വരേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരണമെങ്കിൽ എന്താണ് സൈക്കോളജി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. നമ്മൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ തോന്നും അങ്ങനെ പ്രൊവോക്കേഷൻ ബ്രേക്ക് പെട്ടെന്ന് എടുക്കേണ്ടതുകൊണ്ടാണ്. ശ്രീമതി കല, ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഇനിയിപ്പം ഇത് ആര് തടയും, ആര് പ്രതികരിക്കണം എന്നൊക്കെയുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആര് ഇതിൽ കൂച്ചുവിലങ്ങിടും, എങ്ങനെ ഇത് സാധ്യമാകും, ഈ പ്രതികരിക്കുന്നവർ ഒറ്റപ്പെടുന്ന വിഷയം കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. ഡോക്ടർ കലാമോഹൻ ചേരുന്നുണ്ട്. ശ്രീമതി കലാമോഹൻ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നു. അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചത് ഇതിൽ ആര് ഇടപെടണം, ആര് ബോധവൽക്കരിക്കണം, സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം എന്നൊക്കെയാണ്. ഇത് കാലങ്ങളായി നമ്മൾ പറയുന്നില്ലേ, ഒരുപാട് കാലമായിട്ട് സ്കൂളിൽ ഈ പലരും എതിർക്കുന്നുണ്ട്. ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷനെയൊക്കെ പലരും എതിർക്കുന്നുണ്ട്, പല വിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എതിർക്കുന്നുണ്ട്. എങ്കിൽ പോലും അതെന്തുകൊണ്ട് ഇവിടെ നടത്തുന്നില്ല? എന്തുകൊണ്ട് ആളുകളെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവാന്മാരാക്കണം എന്ന് ചിന്തിക്കുന്നില്ല?
അത് ആ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിംഫോമാനിക് എന്നൊരു ടേമുണ്ട്, അത് സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ്, ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ്. നിംഫോമാനിക് ആയിട്ടുള്ള സ്ത്രീകളുടെ പാർട്ട്നേഴ്സ് പറയുന്ന ഒരുപാട് കണ്ണുനീർ കഥകൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്റ്റിൽ ഇപ്പോഴുമുണ്ട്. അപ്പം നമ്മൾ ചില അവസ്ഥകളെ ആണ് പെണ്ണെന്ന് വേർതിരിക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ പൊളിറ്റിക്സോ ബാക്കി കാര്യങ്ങളോ ഒന്നും വെക്കരുത്. അങ്ങനെ വെക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുമ്പോൾ മനുഷ്യന് ഒരു മനസ്സുണ്ടെന്നും അതിനകത്തിൽ ഇത്തരം വൈകല്യങ്ങളുണ്ട് എന്നും കൂടെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ബോധവൽക്കരണമല്ല, ചർച്ചകൾ നടത്തി അത് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. എല്ലാവർക്കും ഇതേ തരത്തിലുള്ള ആളുകളെ അറിയണം എന്നില്ല, പലവട്ടം ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കങ്ങ് മാറ്റിയാൽ മതി, ജനറൽ എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി, അങ്ങനെ ഒരു സിലബസ് ആക്കിയാൽ മതി. അപ്പം ഇതിപ്പം ലഹരി ഉപയോഗിക്കുന്നവരിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പം ആൻറ്റി സോഷ്യലായിട്ടുള്ള ആളുകൾ, ഇപ്പം ചില ഇതിൽ നമ്മൾ കാണാറില്ലേ, ഒരു കൂസലില്ലായ്മ കാണാറില്ലേ, അത് പുരുഷനിൽ മാത്രമാണോ നമ്മൾ കാണുന്നത്? ഇപ്പം ഈ ഇടയ്ക്ക് ഒരു കൊലപാതകം നടന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 19 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. അതിൻ്റെ ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ ഞാനിലേക്ക് എന്തോ ഒരു കൂസലില്ലായ്മയാണ് അല്ലേ. അതൊക്കെ അവരിലൊക്കെ ഉണ്ടാവാം ഇങ്ങനത്തെ ഉള്ള വൈകൃതങ്ങൾ. അപ്പോൾ ഇതിനെ ഞാൻ പറയുന്നത് ആണ് പെണ്ണ് അങ്ങനെ ഒരു ഇതിലല്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ മനുഷ്യൻ്റെ മനസ്സ്, അതിനകത്തിൽ ഇങ്ങനെയുള്ള വൈകൃതങ്ങളുണ്ട്, അതിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാം. കാരണം ഇപ്പം ചാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന വീഡിയോസും അവനവൻ്റെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളുകളെ പറ്റി താങ്കളും കേട്ടിട്ടുണ്ടാവും. അതൊരു പ്രൊഫഷണൽ മാത്രമല്ല, എത്രയോ പ്രൊഫഷണലുണ്ട്, അറിയപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്, നമ്മൾ പല കേസുകളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ്. അപ്പം അവരൊക്കെ അത് കഴിഞ്ഞിട്ട് അപ്പം ഇതിനെല്ലാം നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം, എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് ഒരു വിശാലമായി കുറച്ചൊരു നേരം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന ഒരു ചർച്ചയല്ല. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പം നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന രീതിയിലുള്ള ആളുകൾ എന്നൊന്നില്ല. ഇവിടെ PhD എടുത്തവരും ഇല്ലെങ്കിൽ സ്കൂളിൽ പോവാത്തവരും വിദ്യാഭ്യാസം വലുതായിട്ടില്ലാത്തവരും പുരുഷനും സ്ത്രീയും 18 വയസ്സുള്ളവനും 25 ഇല്ലെങ്കിൽ 30 60 ആളും എല്ലാ ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. തിരിച്ചറിവുകളാണ് ഇതിനകത്ത് പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരാളാണ്, നോർമലായിട്ടൊരു വ്യക്തിയാണ്, അയാളും ഇത് ചെയ്യുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പം അവനവൻ മുന്നോട്ട് വരണം. എനിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ് അവനവൻ മുന്നോട്ട് വരണം. ആ ഒരു ധൈര്യമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്. ചർച്ചകളിലൂടെ ആ ഒരു ധൈര്യം, എനിക്കിങ്ങനൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നൊരു സമൂഹമുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എന്നെ പോലുള്ള കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടും ആ ഡേറ്റ. മുന്നോട്ട് വരുന്നുണ്ട്. അത് പ്രതികരിക്കുന്ന സ്ത്രീകൾ കൂടുന്നത് കൊണ്ടും കൂടിയാണ്. അവർക്ക് ഭയം വന്നു തുടങ്ങി. ശരി, ഞാൻ തിരിച്ചു വരാം. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രതിനിധി അജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, ഇങ്ങനെയുള്ള പുരുഷന്മാർ, അത് സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന ട്രോമ, അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ നിങ്ങളുടെ അസോസിയേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇന്നലെ ഒരു ബസ്സിലൊരു വിഷയം ഉണ്ടായി. അതിൽ തീർച്ചയായിട്ടും അത് പുരുഷന്റെ തെറ്റ് തന്നെങ്കിൽ, ഒരു പുരുഷൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയും അത് തെറ്റ് എന്ന് തന്നെ പറയും, അയാൾ ചെയ്ത തെറ്റ് തന്നെ പറയും. പക്ഷേ ഇവിടെ മസ്താനിയുടെ കേസ്, മസ്താനി എന്ന് പറയുന്ന നന്ദിതയുടെ കേസ്, തൃശ്ശൂര് നിന്നും ബസ്സിലേക്ക് യാത്ര ചെയ്യുകയും എറണാകുളത്തേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച സവാദുമായിട്ടുള്ള വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ ഇപ്പൊ അറിഞ്ഞെടുത്തോളം. കാരണം ഒരു പെൺകുട്ടി അവിടെ സവാദിന്റെ സീപ്പൂരിയത് ഈ നന്ദിതയാണ് എന്ന് വരെ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് ആരും വരുന്നില്ല, ചർച്ചയ്ക്ക് ഇതൊന്നും സംസാരിക്കുന്നില്ല. താങ്കൾ ഈ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. കാരണം ആ പെൺകുട്ടിക്ക് അത് ബുദ്ധിമുട്ടാണ്, അത് കേൾക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും അത് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന മസ്താനി എന്ന ആൾ അയാൾക്ക് തോന്നുന്നത് അയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പറയട്ടെ. നമ്മളിവിടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ താങ്കളോട് ചോദിച്ചിരുന്നത്, ഇങ്ങനെയുള്ള അസുഖമുള്ള ഈ മസ്താനി ഉൾപ്പെടെയുള്ള അതിൽ കമന്റ് ചെയ്യുന്ന ആ പെൺകുട്ടിയെ മോശമായി സംസാരിക്കുന്ന, അവരെ അത്രയും മോശം മാനസികാവസ്ഥയ്ക്ക് തള്ളിവിടുന്ന ആളുകൾക്ക് മെൻസ് അസോസിയേഷൻ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്കെതിരെ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അവർക്കെതിരെ ആണെങ്കിൽ പോലും നമ്മുടെ എന്തായാലും തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. പക്ഷേ
ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം ഈ കേരളത്തിൽ ഇല്ലയോ? ഇന്നത്തെ കേരള സംസ്കാരം ഫെമിനിസ്റ്റുകൾ, ഒരു വിഭാഗം ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ കൊണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്യിക്കുന്നില്ലയോ എന്നുള്ളത് തിരിച്ചൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. ഈ തെറ്റുകാരായിട്ടുള്ള പുരുഷന്മാരെ ശിക്ഷിച്ചോട്ടെ, അവരെ ശിക്ഷിക്കുകയോ ഇനി അവരെ തൂക്കിക്കൊള്ളാൻ വിധിച്ചാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകൾ എന്തുകൊണ്ട് സമൂഹത്തിൽ തിരിച്ചറിയുന്നില്ല? ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഏതെങ്കിലും അല്ല, ഈ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഇവിടെ ഒരു അന്വേഷണം വേണ്ടേ? ഈ ഒരു പുരുഷനെ അവന്റെ കുടുംബം ഇന്ന് ആത്മഹത്യയുടെ വക്കിലല്ലേ? അപ്പൊ അവിടെ ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് അവിടെ ഒരു അന്വേഷണം വരുന്നില്ല? നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു പെൺകുട്ടി, ഇപ്പോ കുഞ്ഞു മക്കളെ വരെ സ്ത്രീകളും പീഡിപ്പിക്കുന്നുണ്ട്, പീഡനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നിങ്ങളുടെ അസോസിയേഷനിൽ അങ്ങനെ ഒരു പരാതി വന്നോ? സ്ത്രീ പീഡിപ്പിച്ചു, ഇല്ലെങ്കിൽ ബസ്സിൽ വെച്ച് മറ്റേതെങ്കിലും പൊതു ഇടങ്ങളിൽ വെച്ച് ഇത്തരത്തിൽ ഇന്നലെ ഈ ബസ്സിൽ കണ്ട ആളെ പോലെയോ താങ്കൾ നേരത്തെ പേര് പറഞ്ഞ ആ പ്രതിയെ പോലെയോ ഈ നന്ദിതയെ ബുദ്ധിമുട്ടിച്ച ആ പ്രതിയെ പോലെയോ ആരെങ്കിലും ചെയ്തതായിട്ട് ഈ മെൻസ് അസോസിയേഷനിൽ പരാതി വരുന്നുണ്ടോ? നിങ്ങൾ നിയമപരമായിട്ട് അതിൽ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി കേസുകൾ ഞങ്ങളടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ അതെല്ലാം ഒത്തുതീർപ്പിലേക്ക് പോവുകയും നമുക്കവിടെ ഇടപെടാൻ പറ്റാത്തൊരു അവസ്ഥയുമാണ് വരുന്നത്. കാര്യം അതൊന്നും ഈ കൊച്ചുകുട്ടികളുടെ എന്നെല്ലാം 15 വയസ്സിന് താഴോട്ടുള്ള ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർ പല രീതിയിലും ഈ സ്ത്രീകളാൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു സെറ്റിൽമെന്റിൽ കൂടി തീർക്കുകയാണ്. ഇവിടെ സെറ്റിൽമെന്റ് ഇല്ല ശ്രീ അജിത് കുമാർ, ഇവിടെ ഒരു സെറ്റിൽമെന്റും ഇല്ല. ഈ സെറ്റിൽമെന്റിന് താല്പര്യമില്ലാത്തവരും സെറ്റിൽമെന്റിൽ വിശ്വസിക്കാത്ത ആൾക്കാരും ഇല്ലെങ്കിൽ അത്രയും വലിയ മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളുമാണ് ഇങ്ങനെയുള്ള കേസുകളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് നന്ദിത. അവിടെ സെറ്റിൽമെന്റ് ഇല്ല, അവിടെ അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല. അത്രയും സ്ട്രോങ് ആയിട്ട് ആ പെൺകുട്ടി അതിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലെ ആ ആളുടെ പേരെനിക്കറിയില്ല, അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്, അത് മോശമാണ്. താങ്കൾ പ്രതിദാനം ചെയ്യുന്ന താങ്കളുടെ സംഘടനയ്ക്ക് പോലും അത് മോശമായിരിക്കും. അയാളെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ വീഡിയോ ചെയ്യാൻ എടുത്ത ആളാണ് ഞാൻ. പക്ഷേ എഡിറ്റിംഗിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അവിടെ നേരത്തെ ഇടാൻ പറ്റാതെ വന്നു. അദ്ദേഹം ആദ്യത്തെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തതാണ് ഈ കേസിൽ. കാര്യം ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അല്ലാതെ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടല്ല ഞങ്ങളിത് മനസ്സിലാക്കിയതും ചെയ്തതും. അത് തെറ്റാണ്. പിന്നീടാണ് അദ്ദേഹം എന്നെ വിളിക്കുകയും ഞങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് അതിന് ശേഷമാണ്. ഇതൊക്കെ തെറ്റായ ചിന്താഗതിയാണ്. അങ്ങനല്ല, പുരുഷനായാലും പെൺകുട്ടിയായാലും സ്ത്രീകളായാലും ചെയ്യുന്ന തെറ്റ് ആണെന്ന് തന്നെ തുറന്നു പറയാനുള്ള മനോഭാവം എല്ലാവർക്കും വേണം. ഈ പറയുന്ന പ്രതി അത്ര നല്ലവനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പ്രതികരിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം സിപ്പ് ഊരിയത്, ആ സിപ്പ് ഓപ്പൺ ആക്കിയത് നിങ്ങളല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ. പക്ഷെ അദ്ദേഹം അവിടെ ചോദിച്ചുകൊണ്ട് നിന്നാൽ അദ്ദേഹത്തിന്റെ തടി കേടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഓടിയത്. അല്ലാതെ വേറെ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ട് ഓടിയതല്ല. ഞാൻ ആങ്കർ ആയതുകൊണ്ട് മാത്രം എന്റെ കൂടെയുള്ള അതിഥികളിലേക്ക് ഈ താങ്കൾ പറയുന്നത് വാസിയാണ്. ഒന്ന് അതിലൊന്ന് മറുപടി നൽകാമോ ശ്രീമതി? സർ, ഇങ്ങനെ പറയരുത്. കാരണം ആ കുട്ടി, ഞാൻ വരാം, കലയിലേക്ക് വരാം. ഉഷ മാം, അതിനൊന്ന് പറയാമോ അദ്ദേഹത്തോട്? തോന്നുന്നത് ഈ മിസ്റ്റർ അജിത് കുമാറിനൊരു വലിയ ജോലി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും സ്ത്രീകൾ പുരുഷന്മാർക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ എതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വളരെ കുറച്ചായിരിക്കും സ്ത്രീകൾ പ്രതികളായിട്ടുള്ള അതിക്രമങ്ങൾ. അപ്പൊ മറ്റേതും ഈ അജിത് കുമാറിന്റെ കൂടെ ഉള്ളത് മുഴുവൻ ക്രിമിനൽസ് ആണ്, അതായത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ ഈ ബസ്സില് മറ്റേ നന്ദിതയുടെ കേസിലുള്ള പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അയാൾക്ക് ആവശ്യമായ നിയമസഹായം കൊടുക്കുക, അതുപോലെ ആ കേസിൽ അയാൾക്ക് നമ്മുടെ നിയമം അനുവദിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക ഒക്കെയാണ് അജിത് കുമാർ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പൊതു സ്ഥലത്ത് വന്നിട്ട് അയാൾ പറയാത്ത അല്ലെങ്കിൽ ആ കുട്ടി കൊടുത്ത പരാതിയിൽ കേരള പോലീസിനെതിരെ കൂടിയാണ് മിസ്റ്റർ അജിത് കുമാർ സംസാരിക്കുന്നത്. പോലീസാണ് FIR ഇട്ടിട്ടുള്ളത്. അപ്പോ ഈ പെൺകുട്ടി ഇയാളുടെ സിബൂരി എങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. പിന്നെ ഒരു മിനിറ്റ്, കേരള പോലീസ് മണ്ടന്മാരല്ല. പക്ഷെ കേരള പോലീസ് സ്ത്രീകൾ പ്രതികളായിട്ടുള്ള ആ സമയത്ത് മണ്ടനാകുകയാണ്. അവർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ആണുങ്ങളൊക്കെ മിസ്റ്റർ അജിത് കുമാറിന്റെ കൂടെയാണല്ലോ. അപ്പൊ പോലീസിനെ തീർച്ചയായിട്ടും നിങ്ങൾ ബോധവൽക്കരിക്കണം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് ഹോം മിനിസ്റ്റർ.
അതുകൊണ്ട് മിസ്റ്റർ അജിത് കുമാറിന്റെ മുഴുവൻ ഊർജവും അങ്ങോട്ട് ചെലവഴിക്കുക. എന്നിട്ട് ചാനലിലും പൊതുസ്ഥലത്തും ഒക്കെ ചെന്നിട്ട് ഇതുപോലത്തെ അപഹാസ്യമായ കുറ്റകരമായ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു സാമാന്യ മര്യാദ. അത്ര എനിക്ക് മാത്രല്ല ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നാളെ നിങ്ങളും ഇതുപോലെ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയാവാതിരിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അല്ലല്ല, ആ കുട്ടിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കൂ. ഒരു പെൺകുട്ടിക്കും ഒരു ബസ്സിൽ പോയിട്ട് ഒരു പുരുഷന്റെ സിബ് അഴിക്കേണ്ട ഒരു ആവശ്യമൊന്നും കേരളത്തിലില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. പിന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ കൃത്യമായി അതിനെക്കുറിച്ച് കൂടി ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. താങ്കളുടെ മറുപടിയിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് നിങ്ങളുടെ കുറെ തെറ്റിദ്ധാരണയുടെ പേര്. ഒന്നാമത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു മത്സരമല്ല മിസ്റ്റർ അജിത് കുമാർ. ഇത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യസ്തതകളോടുകൂടി സാമൂഹ്യമായിട്ട് തുല്യത ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ മായി തോന്നുന്ന പോലെ നിങ്ങൾ അപഹാസ്യനാവരുത്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടെ സമയം എന്നോട് ക്ഷമിക്കണം. ഒപ്പം കലാമോഹൻ, എന്റെ സമയം തീർന്നതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരോട് ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. ഒപ്പം തന്നെ ഈ മെൻസ് അസോസിയേഷൻ പ്രതിനിധിയായ അജിത് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പൂർണ്ണമാവുന്നു. നമസ്കാരം.